ഒരു തുള്ളി രക്തം പോലും മാറ്റിവെക്കാതെ പൂർണ്ണമായി ചൊരിഞ്ഞവനേ, നിൻ സ്നേഹത്തിൻ ആഴവും നിൻ സ്നേഹത്തിൻ വീതിയും ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല, ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ല. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം, നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ എന്നുള്ള വചനമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമെന്നും ആ കഷ്ടതയുടെ കാലഘട്ടങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണയും കരുതലും നമുക്ക് അനുഭവിപ്പാൻ കഴിയുമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളിൽ ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നുള്ള വചനമാണ്. കർത്താവിനെ അനുഗമിപ്പാൻ, കർത്താവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ക്രൂശ് ചുമക്കേണം. കഷ്ടതയുടെ വഴികളിലൂടെ അവർ കടന്നു പോകേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് അവിടെ രേഖപ്പെടുത്തപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു എന്നുള്ളതായ വാക്കുകളാണ്. സ്വർഗരാജ്യത്തിൽ എത്തിപ്പെടണമെങ്കിൽ നിരവധി കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നും ആ കഷ്ടതയുടെ സമയങ്ങളിൽ പിറുപിറുക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും ദൈവത്തെയും ദൈവവചനത്തെയും പ്രാർത്ഥനാ ജീവിതത്തെയും കളഞ്ഞിട്ട് അവർക്കിഷ്ടമുള്ള വഴിയിലൂടെ കടന്നു പോകുന്നവരുമായി തീരുകയല്ല. ആ കഷ്ടതയുടെ നടുവിൽ എന്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ 120-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു എന്നുള്ളതായ പദമാണ്. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തമുള്ള അവരുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിക്കുകയും യഹോവയായ ദൈവം അവരുടെ നിലവിളി കേൾക്കുകയും ചെയ്യുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അനവധി ഭക്തന്മാർ അവരുടെ ജീവിതത്തിനകത്തെ ഏറ്റവും പ്രതികൂലം നിറഞ്ഞ, ഏറ്റവും കഷ്ടത നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ അവർ ദൈവത്തോട് നിലവിളിപ്പാനിടയായി തീർന്നിട്ടുണ്ട്. ഈ വാക്യം ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു എന്നുള്ളതായ വാക്കുകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ, ഒരു ക്രിസ്തു ഭക്തനായി നാം ജീവിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ അനവധി കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒറ്റപ്പെടുത്തലുകളും നിന്ദകളും പഴികളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടെന്നും അതിൻ്റെ നടുവിൽ പതറിപ്പോകുകയല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് ആഴമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവശബ്ദം കേട്ട് ജീവിതത്തിൻ്റെ ദിനരാത്രങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്യുവാനും നമുക്ക് കഴിയേണ്ടതിന് ഓരോ ദിവസങ്ങളും നമ്മുടെ കഷ്ടതയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ,
ഞങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ ഞങ്ങൾ പതറിപ്പോകുന്നവരായിട്ടല്ല, ഞങ്ങൾ ആഴമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവിക വിടുതൽ അനുഭവിച്ച് ഞങ്ങൾക്ക് മുൻപോട്ട് യാത്ര ചെയ്യുന്നവരുമായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയുടെ കരുണയും കരുതലും സ്നേഹവും ഒക്കെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.